നമസ്കാരം, എല്ലാവരും ഓക്കെ അല്ലേ? ഇന്ന് പറയാൻ പോകുന്ന കഥ ഹൈ പൊട്ടൻഷ്യൽ എപ്പിസോഡ് 12. അപ്പോ ആരംഭിക്കലാങ്ങളാ. എപ്പിസോഡ് തുടങ്ങുന്നത് ഒരു പ്രൈവറ്റ് ജെറ്റ് പറക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അതിൻ്റെ അകത്ത് ആൻസൺ എന്നൊരു ബിസിനസ്സുകാരൻ ഇരിക്കുന്നുണ്ട്, കൂടെ അവന്റെ പട്ടിയും ബോഡി ഗാർഡ്സും. ടർബുലൻസ് വന്നപ്പോൾ പട്ടി പേടിക്കുന്നത് കണ്ട് അവൻ അതിനെടുത്ത് തലോടി ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ വിമാനം ഒരു എയർപോർട്ടിൽ വന്നിറങ്ങുന്നു. അതിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ ആൻസൺ എന്തോ അസ്വസ്ഥത പോലെ തോന്നുന്നുണ്ട്. അവന്റെ കഴുത്തിലായിട്ട് എന്തോ ചുവന്ന പാടും കാണുന്നുണ്ട്. അല്പം മുൻപോട്ട് നടന്ന അവന്റെ വായിൽ നിന്ന് പെട്ടെന്ന് നുരയും പതയും വന്ന് അവൻ താഴേക്ക് കുഴഞ്ഞു വീഴുന്നു. ബോഡി ഗാർഡ്സ് ഓടി അവന്റെ അടുത്ത് എത്തുന്നു. പക്ഷേ ആൻസൺ മരിച്ചു പോകുന്നു. ഈ എപ്പിസോഡിൽ തെളിയിക്കാൻ പോകുന്നത് ആൻസന്റെ കൊലപാതകമാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് മോർഗന്റെ വീടാണ്. ലുഡോ വീട്ടിലേക്ക് എത്തുന്നു. അവൻ അല്പം ലേറ്റ് ആയി പോയി. കുട്ടികളെ അവനെ ഏൽപ്പിച്ചിട്ട് മോർഗൻ വേഗം ജോലിക്ക് പോകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് എയർപോർട്ടാണ്. പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. കാരഡക്ക് മെഡിക്കൽ ഓഫീസറിന്റെ അടുത്ത് വിഷമാണോ മരണകാരൻ എന്ന് ചോദിച്ചപ്പോൾ അത് ഓട്ടോപ്സി കഴിയാതെ പറയാൻ പറ്റില്ല എന്ന് ഓഫീസർ പറയുന്നു. വിമാനത്തിന്റെ അകത്ത് കയറി പരിശോധിക്കാമോ എന്ന് ഓസി ചോദിച്ചപ്പോൾ ഒന്നിലും തൊടാതെ പരിശോധിച്ചോളൂ എന്ന് ആ ഓഫീസർ പറയുന്നു. അപ്പൊ മോർഗൻ അങ്ങോട്ട് വരുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന എയർപോർട്ട് പോലീസുകാർ അവൾ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. കാരണം അവർക്ക് ഇവളെ അറിയില്ല. അപ്പൊ കാരഡക്കിനെ കണ്ട് അവൾ കൈമുക്കി കാണിക്കുന്നുണ്ട്. അപ്പൊ കാരഡക്ക് അവള് നമ്മുടെ ടീമിലുള്ളത് തന്നെയാണ്, കയറ്റി വിട്ടേക്കാൻ ആ പോലീസുകാരോട് പറയുന്നു. അങ്ങനെ മോർഗൻ ക്രൈം സീനിലേക്ക് എത്തുന്നു. ആരാണ് മരിച്ചതെന്ന് അവൾ ചോദിച്ചപ്പോൾ കാരഡക്ക് അവന്റെ പേര് ആൻസൺ വിർഗോ, കോർ ബീറ്റ സിസ്റ്റംസ് എന്ന കമ്പനിയുടെ ഓണറാണ്. ഓറഞ്ച് കൗണ്ടി എന്ന സ്ഥലത്ത് നിന്നും ഇങ്ങോട്ട് ഇപ്പോൾ ലാൻഡ് ചെയ്തതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഡാഫ്നി ടെക്ലോത്ത് ഒരു തിമിംഗലാണ് ഇവൻ. എനിഗ്മഫൈഡ് എന്ന ഒരു വിവാദമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ഡീപ് ഫേക്ക് പ്ലാറ്റ്ഫോം ആണ്. അത് ഉപയോഗിച്ച് നിമിഷം കൊണ്ട് ഏത് വീഡിയോയും ഫോട്ടോയും ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാൻ പറ്റും. ഉദാഹരണത്തിന് നീയും കുട്ടികളും പാർക്കിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ മാറ്റി അത് നീ കുട്ടികളെ അടിക്കുന്ന ഫോട്ടോ ആയിട്ട് മാറ്റാൻ പറ്റും ആൻസന്റെ ആപ്പ് ഉപയോഗിച്ചെന്ന് മോർഗനോട് പറയുന്നു. അതായത് അതൊരു AI ആപ്പാണ്. അപ്പൊ കാരഡക്ക് ഓസിനോട് വിമാനത്തിനകത്ത് കയറി പരിശോധിക്കാൻ പറയുന്നു. അതേസമയം തന്നെ അങ്ങോട്ടേക്ക് FBI ഉദ്യോഗസ്ഥർ എത്തുന്നു. കാറിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥൻ ഇറങ്ങി കാരഡക്കിന് പേരെടുത്ത് വിളിക്കുന്നു. അവന് കാരഡക്കിന് അറിയാം. കാരഡക്ക് അവനെ മോർഗന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവനാണ് FBI സ്പെഷ്യൽ ഏജന്റ് റോണി. അപ്പോൾ റോണി പറയുന്നത് ഈ കൊലപാതകം US എയർ സ്പേസിന്റെ അകത്ത് നടന്നിട്ടുള്ളതായതുകൊണ്ട് ഇത് FBI കേസാണെന്നാണ്. അപ്പൊ കാരഡക്ക് അതിന് ഈ കൊലപാതകം വിമാനത്തിൽ വെച്ച് തന്നെയാണ് നടന്നിട്ടുള്ളതിന് എന്താണ് ഉറപ്പ് എന്ന് ചോദിച്ചപ്പോൾ മോർഗൻ ഒരുപക്ഷെ ഇയാൾക്ക് ഓറഞ്ച് കൗണ്ടിയിൽ വെച്ച് ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണാം, അവന്റെ കഴുത്തിൽ കാണുന്ന ആ പാട് പ്ലെയിനിൽ വെച്ച് ടർബുലൻസ് മൂലം ഉണ്ടായതായിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവൾ ആരാണെന്ന് റോണി കാരഡക്കിനോട് ചോദിക്കുന്നു. അപ്പൊ മോർഗൻ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ, നിനക്ക് എന്നോട് നേരിട്ട് ചോദിക്കുക എന്ന് ചോദിച്ചപ്പോൾ റോണി അവളോട് ആരാണെന്ന് ചോദിക്കുന്നു. മോർഗൻ അവളുടെ പേര് പറയുന്നു. അപ്പൊ കാരഡക്ക് അവൾ ഞങ്ങളുടെ കൺസൾട്ടന്റ് ആണ് എന്ന് റോണിയോട് പറയുന്നു. അപ്പൊ റോണി പരിചയപ്പെട്ടതിൽ സന്തോഷം, പിന്നെ നീ പറഞ്ഞ് ശരിയാണ്, കഴുത്തിലുള്ള ആ പാട് അസാധാരണമായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാരഡക്ക് ഞങ്ങളുടെ മെഡിക്കൽ ടീം ബോഡി ഓട്ടോപ്സിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചോളെന്ന് റോണിയോട് പറയുന്നു. അപ്പൊ മോർഗൻ ഞാൻ വിമാനത്തിലൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ തിരിഞ്ഞതും റോണി പെട്ടെന്ന് അവളെ തടഞ്ഞിട്ട് നിയമപരമായി വിമാനം FBI ക്രൈം സീനാണ്, അതുകൊണ്ട് ഇപ്പൊ അവിടെ ഞങ്ങളുടെ ടീം പരിശോധിക്കും, നിന്റെ ഓഫീസറോട് അതിൽ നിന്ന് ഇറങ്ങാൻ പറയാൻ കാരഡക്കിനോട് പറയുന്നു. കാരഡക്ക് ഒന്നും പറയാതെ റോണി ഒന്ന് നോക്കിയിട്ട് ഓസിനോട് വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പറയുന്നു. അപ്പൊ റോണി നിന്റെ മെഡിക്കൽ എക്സാമിനർ ഇവിടെ പരിശോധിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങൾ എനിക്ക് വേണം, അത് വാങ്ങാൻ ഞാൻ LAPD ഓഫീസിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. കാരഡക്ക് ഒന്നും മിണ്ടാതെ മോർഗനെയും വിളിച്ച് അവിടെ നിന്നും പോകുന്നു. മോർഗൻ അവനോട് നീയും റോണിയും തമ്മിൽ നേരത്തെ പരിചയമുണ്ടല്ലേ, അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ കാരഡക്ക് റോണിയും നേരത്തെ ഒരുമിച്ച് ജോലി ചെയ്താണ്, അവർ പാർട്ട്നേഴ്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ മോർഗനും കാരഡക്ക് LAPD ഓഫീസിലേക്ക് എത്തുന്നു. മോർഗൻ അപ്പോഴും റോണിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് അസ്വസ്ഥനായ കാരഡക്ക് അവളോട് ദയവ് ചെയ്ത് അവനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാതെ ഈ കേസിൽ ഫോക്കസ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. കാരഡക്കിന് റോണിയെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലായ മോർഗൻ ഓക്കെ പറയുന്നു. അപ്പൊ കാരഡക്ക് റോണിയും ഒരുമിച്ച് വർക്ക് ചെയ്ത സമയത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്ന് നമുക്ക് നോക്കാം. ഓഫീസിൽ ഓസ് ആൻസന്റെ വിവാദമായ ആപ്പിനെ കുറിച്ച് സംസാരിക്കുന്നു. ആ ആപ്പ് ഉപയോഗിച്ചുണ്ടാക്കുന്ന വീഡിയോസും ഫോട്ടോസും ഒറിജിനൽ ആണോ അല്ലയോ എന്ന് പോലും പറയാൻ കഴിയാത്ത തരത്തിലുള്ളതാണ് എന്ന് പറയുന്നു. അപ്പൊ അത് വെച്ചുണ്ടാക്കുന്ന ഫോട്ടോസും വീഡിയോസും വെച്ച് രാഷ്ട്രീയക്കാരുടെയും അതുപോലെ മറ്റു പ്രമുഖരുടെയും ഒക്കെ സമൂഹത്തിലുള്ള മാന്യത നശിപ്പിക്കാൻ പറ്റും എന്ന് മോർഗൻ പറയുന്നുണ്ട്. ആൻസന്റെ കമ്പനിയെ നിയമപരമായി പൂട്ടാൻ നോക്കുന്നുണ്ടെങ്കിലും അവന് പ്രശസ്തരായ ഒരുപാട് വക്കീലന്മാരും അതുപോലെ ഒരു ലോബി തന്നെ സഹായത്തിനുണ്ട്, അതുകൊണ്ട് അതിനും കഴിയുന്നില്ല. അപ്പൊ അവരങ്ങനെ ആൻസന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റോണി അങ്ങോട്ടേക്ക് വരുന്നു. ചീഫ് അവന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് സ്വാഗതം ചെയ്യുന്നുണ്ട്. അവൻ പണ്ട് ഇവിടെ വർക്ക് ചെയ്തിരുന്നാണല്ലോ. അപ്പൊ കാരഡക്ക് ആൻസന്റെ ഓട്ടോപ്സി ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞാലാണ് മരണകാരണവും എവിടെ വെച്ചാണ് നടന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ, അതിനുശേഷം ഇത് ഏത് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കണമെന്ന് തീരുമാനിക്കാം എന്ന് പറയുന്നു. അപ്പൊ റോണി നിങ്ങൾ ആൻസന്റെ ഫാമിലിയെയും പിന്നെ സാക്ഷികളെയും ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ ഒപ്പം വരാം, അപ്പോഴേക്കും ഓട്ടോപ്സി റിപ്പോർട്ട് വരട്ടെ എന്ന് പറയുന്നു. അപ്പൊ ചീഫ് കാരഡക്കിനോട് റോണി ഒപ്പം ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ലെന്ന് കാരഡക്ക് മറുപടി പറയുന്നു. അടുത്ത സീനിൽ ആൻസന്റെ അമ്മയെ ചോദ്യം ചെയ്യുകയാണ്. ആൻസൺ ചെറുപ്പം മുതലേ മറ്റുള്ള കുട്ടികളെ പോലെ ആയിരുന്നില്ല, വളരെ ബുദ്ധിമാനായ ഒരു കുട്ടിയായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. അപ്പൊ ആൻസന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവന്റെ വളർച്ചയിൽ അസൂയുള്ള ഒരുപാട് ആളുകൾ അവന്റെ ശത്രുക്കളായിരുന്നു എന്ന് അമ്മ പറയുന്നു. കാരഡക്കും റോണിയും ചോദ്യം ചെയ്യുന്നത് പുറത്തു നിന്ന് കണ്ടുകൊണ്ടിരുന്ന മോർഗൻ ചീഫിനോട് അവർ എത്ര നാൾ പാർട്ട്നേഴ്സ് ആയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ നീ വരുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ അവർ പാർട്ട്നേഴ്സ് ആയിരുന്നു, പിന്നെ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ കേസ് തെളിയിച്ച റെക്കോർഡ് അവർക്കുണ്ട് എന്നും പറയുന്നു. അപ്പോൾ ഓസ് അങ്ങോട്ട് വന്നിട്ട് ആൻസന്റെ ബോഡിയുടെ പ്രാഥമിക പരിശോധന കഴിഞ്ഞു എന്ന് മെഡിക്കൽ ഓഫീസർ പറഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെ അവരെല്ലാവരും മോർച്ചറിയിലേക്ക് എത്തുന്നു. ഡോക്ടർ പറയുന്നത് ആൻസൻ ആരെങ്കിലും വിഷം കൊടുത്തത് എങ്ങനെയാണെന്ന് ഉറപ്പില്ല, ഒരുപക്ഷെ അത് ശ്വാസത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്തതോ ആയിരിക്കാം. എന്നിട്ട് ആൻസന്റെ തോളിലായിട്ട് ഇഞ്ചക്ഷൻ ചെയ്തതുപോലെയുള്ള ഒരു പാട് കാണിച്ചു കൊടുക്കുന്നുണ്ട്.
ആൻസൺ മരിച്ച ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആന്ത്രാക്സ് വിഭാഗത്തിൽപ്പെട്ട ഏതോ വിഷമുള്ള ചെന്നിട്ടാണ് എന്ന് ഡോക്ടർ പറയുന്നു. അപ്പോൾ റോണി ഏത് തരത്തിലുള്ള വിഷമാണെന്ന് കണ്ടുപിടിക്കണം, അത് വെച്ച് അത് ഉണ്ടാക്കിയവരെ നമുക്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിന് വിഷം ഉണ്ടാക്കിയ ആൾ തന്നെയാണ് ആൻസനെ കൊന്നത് എന്ന് എന്താണ് ഉറപ്പെന്ന് പറയുന്നു. അപ്പോൾ റോണി ശരിയാണ്, പക്ഷേ ഉണ്ടാക്കിയവർ അത് ആർക്കാണ് വിറ്റതെന്ന് അറിയാൻ പറ്റും എന്ന് പറയുന്നു. എന്നിട്ട് ആൻസന്റെ ബോഡി എത്രയും പെട്ടെന്ന് എന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിട്ടുതരണമെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് കാനഡക്ക് ഒന്നും മിണ്ടാതെ റോണിയെ നോക്കി ഒരു ദീർഘശ്വാസം വിടുന്നു. അടുത്ത സീനിൽ ആൻസന്റെ ബോഡി ഗാർഡ്സിനെ ചോദ്യം ചെയ്യുന്നു. അവർ 3 പേരുണ്ട്. ഒരാൾ ഒരു നേവി സീലായിരുന്നു, അടുത്തയാൾ കോസ്റ്റ് ഗാർഡിലുണ്ടായിരുന്നു, മൂന്നാമത്തെ ആൾ സ്വാറ്റ് ടീമിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ ഇപ്പോഴും കൈവിലങ്ങിന്റെ താക്കോല് കണ്ട കാനഡക്ക് നീ ഇപ്പോൾ ഇത് കൊണ്ട് നടക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ ഇതെന്റെ ഭാഗ്യമാണ്, പക്ഷേ ഇന്ന് ആ ഭാഗ്യം ഉണ്ടായില്ല എന്ന് അയാൾ പറയുന്നു. കാരണം ആൻസൺ മരിച്ചുപോയല്ലോ. അപ്പോൾ അവന്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവർക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. അവർ 24/7 ആൻസന്റെ ഒപ്പം ഉണ്ടാവാറില്ല എന്ന് പറയുന്നു. അപ്പോൾ കാനഡക്ക് ഫയൽ എടുത്ത് നോക്കിയിട്ട് ആൻസൺ വളരെ തിരക്കുള്ള ഒരാളാണ്, എല്ലാ മീറ്റിങ്ങുകളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവസാനം പോയ ഓറഞ്ച് കൗണ്ടിയിലെ മീറ്റിംഗിന്റെ ഡീറ്റെയിൽസ് മാത്രം വ്യക്തമല്ല. അത് 2 മണിക്കൂർ ഉണ്ടായിരുന്നു, പക്ഷേ ലൊക്കേഷനോ പേരോ ഒന്നുമില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ മീറ്റിംഗിനെ കുറിച്ച് അവർക്കൊന്നും അറിയില്ല എന്ന് പറയുന്നു. കാരണം ആൻസൺ അവരെ ഓറഞ്ച് കൗണ്ടിയിലുള്ള ഒരു സ്ഥലത്ത് ഓഫീസ് ബിൽഡിംഗിലേക്ക് കൊണ്ടുപോയിട്ട് അവരോട് കാറിലിരിക്കാൻ പറഞ്ഞിട്ട് ആൻസൺ തനിയാണ് ആ ബിൽഡിംഗിലേക്ക് കയറിപ്പോയത്. അപ്പോൾ ആ അഡ്രസ് തരാൻ ചീഫ് അവരോട് പറയുന്നു. അങ്ങനെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് അവരെല്ലാവരും പുറത്തു വരുന്നു. എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് മോർഗൻ കാനഡക്കിനെ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ആ സ്വാറ്റ് ടീമിൽ ഉണ്ടായിരുന്ന ബോഡി ഗാർഡ് അവന്റെ താക്കോൽ കൂട്ടം പോക്കറ്റിലേക്ക് ഇടുന്നത് മോർഗൻ ശ്രദ്ധിക്കുന്നുണ്ട്. റോണി ആ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാം, പിന്നെ ആൻസന്റെ ബോഡി അവരുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തുവിടുന്ന കാര്യം ഒന്ന് ഫാസ്റ്റ് ആക്കണമെന്ന് പറഞ്ഞപ്പോൾ കാനഡക്കിന് അതിന് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ റോണി ഞങ്ങൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും, അതുകൊണ്ടാണ് നീ വിശ്വസിക്കുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാനോ നിന്നെയോ എന്ന് കാനഡക്ക് ചോദിക്കുന്നു. അപ്പോൾ അവർ തമ്മിൽ മുമ്പിലുണ്ടായ പ്രശ്നം എന്തോ വിശ്വാസവഞ്ചനയുടെ പേരിലാണെന്ന് തോന്നുന്നു. അപ്പോൾ മോർഗൻ പെട്ടെന്ന് എവിഡൻസ് പാക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു പെൻഡ്രൈവ് ഒക്കെ കാണിച്ചിട്ട് ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ അത് ആൻസന്റെ ജാക്കറ്റിന്റെ പോക്കറ്റിൽ നിന്നാണ് കിട്ടിയതെന്ന് ഡാഫ്നി പറയുന്നു. അപ്പോൾ അത് ആൻസന്റെ അല്ല എന്ന് മോർഗൻ പറഞ്ഞപ്പോൾ അത് നിനക്ക് എങ്ങനെ മനസ്സിലായെന്ന് കാനഡക്ക് ചോദിക്കുന്നു. ആൻസന് ബ്രേക്ക് ത്രൂ നൽകിയ കണ്ടുപിടുത്തായിരുന്നു ഒരുപാട് കപ്പാസിറ്റി ഉള്ള ഒരു പെൻഡ്രൈവ്, അതും അവൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അവന്റെ കമ്പനി ഇപ്പോഴും അത് നിർമ്മിക്കുന്നുണ്ട്. ഈ പെൻഡ്രൈവ് അതല്ല. അപ്പോൾ മറ്റൊരു കമ്പനിയുടെ പെൻഡ്രൈവ് ആൻസന്റെ പോക്കറ്റിൽ എങ്ങനെ വന്നു എന്ന് ഡാഫ്നി സംശയം പറയുന്നു. അപ്പോൾ അതിലെന്താണെന്ന് ചെക്ക് ചെയ്യാൻ കാനഡക്ക് പറയുന്നു. ഡാഫ്നി പെൻഡ്രൈവ് അവളുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് അത് ചെക്ക് ചെയ്തതും ആ ഓഫീസിലുള്ള എല്ലാ കമ്പ്യൂട്ടറും അടിച്ചു പോകുന്നു. കാരണം അതൊരു വൈറസ് ആയിരുന്നു. ആൻസൺ അത് കൊടുത്തിയാൽ ആൻസന്റെ സിസ്റ്റത്തിൽ വൈറസ് കയറ്റാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ പണി കിട്ടിയത് LAPDക്കാണെന്ന് മാത്രം. എന്താണ് സംഭവിച്ചതെന്ന് ചീഫും ചോദിക്കുന്നുണ്ട്. അപ്പൊ കാര്യം അറിഞ്ഞ ചീഫ് ഓസിനോട് ആൻസൺ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഓറഞ്ച് കൗണ്ടിയിൽ എവിടേക്ക് പോയി എന്നതിനുള്ള CCTV വിഷ്വൽസ് എല്ലാം എടുക്കാൻ പറഞ്ഞിട്ട് ആൻസന് ഈ പെൻഡ്രൈവ് കൊടുത്ത ആളാണ് നമ്മുടെ മെയിൻ സസ്പെക്ട് എന്ന് പറയുന്നു. അപ്പൊ റോണി ഞങ്ങളുടെ ടെക് ടീമിന്റെ അടുത്ത് സാറ്റലൈറ്റ് വീഡിയോ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ പറയാമെന്ന് പറയുന്നു. അപ്പൊ ചീഫ് ഇവിടെ എന്തായാലും ഈ കമ്പ്യൂട്ടറെല്ലാം ശരിയാവുന്ന വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് FBI ഓഫീസിലേക്ക് റോണിയുടെ കൂടെ ചെല്ലാൻ കാനഡക്കിനോടും മോർഗനോടും പറയുന്നു. അത് കേട്ട് അവർ പരസ്പരം നോക്കുന്നുണ്ട്. കാനഡക്കിനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല, പക്ഷെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് കാനഡക്കും മോർഗനും അങ്ങനെ FBI ഓഫീസിലേക്ക് ചെല്ലുന്നു. റോണി അവരെ അവന്റെ ടീമിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവന്റെ ടീമിലുള്ള റീന എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥയോട് അവർക്ക് ഇതുവരെ കിട്ടിയ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറയുന്നു. അപ്പോൾ റീന ആൻസന്റെ കൊലപാതകത്തിന്റെ ഇതുവരെയുള്ള ഡീറ്റെയിൽസും പിന്നെ ഇതുപോലെയുള്ള മുമ്പ് നടന്ന മരണങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊലയാളി ബാച്ചിലറായ ഒരു വെളുത്ത വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കും, അതേപോലെ അവന് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും, പക്ഷെ ജോലി ഒന്നും ഉണ്ടായിരിക്കില്ലെന്ന് റീന പറയുന്നു. അത് കേട്ട് മോർഗൻ മുഖം ചുളിക്കുന്നുണ്ട്. റീന നിനക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ അത്രയും ഡേറ്റ അനാലിസിസ് ഒന്നും എനിക്ക് അറിയില്ല, എങ്കിലും എന്റെ ഇൻസ്റ്റിങ്ക്റ്റ് പറയുന്നത് ആൻസന്റെ ആപ്പ് ഒരുപാട് ആളുകൾ വെറുത്തിരുന്നു. അതിൽ പെടുന്ന ഈ ടെക്നോളജി ഒന്നും ഇഷ്ടമല്ലാത്ത ഒരാളായിരിക്കാം അവന്റെ കൊലയാളി, കാരണം ഇതൊരു വ്യക്തിപരമായ കൊലപാതകമായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് മോർഗൻ പറയുന്നു. അപ്പോൾ ആ ഓഫീസിലെ ഒരു സ്റ്റാഫ് ടെക് ടീം ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. അതിൽ ഏതോ ഒരു ഓഫീസിലാണെന്ന് തോന്നുന്നു ആൻസൺ കുടിക്കാനായിട്ട് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തൻ പുറകിൽ കൂടി വന്ന് ആൻസന്റെ ജാക്കറ്റിന്റെ പോക്കറ്റിനുള്ളിൽ ആ USB ഡ്രൈവ് ഇടുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ USB പോക്കറ്റിൽ ഇട്ട് കൊടുത്തതിന്റെ മുഖം സ്കാൻ ചെയ്ത് അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ റോണി പറഞ്ഞപ്പോൾ അതിന് എത്ര സമയം എടുക്കുമെന്ന് കാനഡയ്ക്ക് ചോദിക്കുന്നു. അപ്പോഴേക്കും കണ്ടുപിടിച്ച് കഴിഞ്ഞു എന്ന് അവിടുത്തെ സ്റ്റാഫ് പറയുന്നു. FBI ടീം പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാളും ഭയങ്കര ഫാസ്റ്റ് ആണ്, അവരുടെ ടെക്നോളജി എല്ലാം ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് അങ്ങനെ അവന്റെ ഫോട്ടോ TVയിൽ കാണിക്കുന്നു. അവന്റെ പേര് സൈമൺ, ജോലിയൊന്നുമില്ല, സിംഗിൾ ആണ്. അതായത് റീനയുടെ കണ്ടുപിടുത്തം ശരിയാണ്. റോണി അവളെ അഭിനന്ദിക്കുന്നുണ്ട്. റീന നേരെ മോർഗനെ നോക്കിയപ്പോഴും അവളും റീനയെ അഭിനന്ദിക്കുന്നത് പോലെ ഒരു എക്സ്പ്രഷൻ ഇടുന്നു. അങ്ങനെ സൈമണിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. പക്ഷെ സൈമൺ ശരിക്കും ആ USB ഡ്രൈവ് ആൻസന്റെ പോക്കറ്റിൽ ഇട്ടത് ആൻസന്റെ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം സൈമൺ ആൻസനെ പോലെ തന്നെ ബ്രില്യന്റ് ആണ്, അവനൊരു ഹാക്കറുമാണ്. അപ്പോൾ ആൻസന്റെ കമ്പനിയുടെ സെക്യൂരിറ്റി സിസ്റ്റം അത്ര സുരക്ഷിതമല്ല, ഹാക്കർമാർക്ക് അവന്റെ സിസ്റ്റം ഹാക്ക് ചെയ്യാൻ പറ്റും എന്ന് ആൻസനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സൈമൺ ശ്രമിച്ചത്. സൈമന്റെ USBയിൽ വൈറസ് ആയിരുന്നു എന്ന് നമ്മൾ ആദ്യം കണ്ടല്ലോ. ആ വൈറസ് ആൻസന്റെ സിസ്റ്റത്തിൽ കയറ്റി ഹാക്ക് ചെയ്ത് അവനെ ബോധ്യപ്പെടുത്താനാണ് സൈമൺ ശ്രമിച്ചത്. എന്നിട്ട് ആൻസനെ കൊന്നത് അവനല്ല എന്നും സൈമൺ പറയുന്നു. അപ്പോൾ റോണി ആൻസന്റെ ഓട്ടോപ്സി അല്പസമയത്തിനുള്ളിൽ കഴിയും. അപ്പോൾ അവന്റെ കൊലപാതകത്തിന് ഉപയോഗിച്ച വിഷം ഏതാണ്, ആരാണ് അത് ഉപയോഗിച്ചത് എന്നൊക്കെയുള്ള വിവരങ്ങൾ കിട്ടട്ടെ, അതുവരെ നീ ഇവിടെ കസ്റ്റഡിയിൽ ഇരിക്കും, അതിനുശേഷം നമുക്ക് ബാക്കി തീരുമാനിക്കാം എന്ന് പറഞ്ഞ് റോണി സൈമണിനെ കസ്റ്റഡിയിൽ വെച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. അതേസമയം ആൻസന്റെ ബോഡി FBI ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു വണ്ടിയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വണ്ടി ഒരു സിഗ്നലിൽ നിർത്തിയപ്പോൾ പുറകിൽ വേറൊരു കാർ വന്ന് നിൽക്കുന്നു. അതിൽ നിന്നും ഒരാൾ ഇറങ്ങി അരയിൽ നിന്ന് ഒരു തോക്കെടുത്ത് വണ്ടിയുടെ
വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവനൊരു മുഖം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ തോക്ക് വെച്ചിട്ട് ഡ്രൈവർ വണ്ടിയിൽ നിന്ന് ഇറക്കി റോഡ് സൈഡിൽ ഇരുത്തിയിട്ട് അവന്റെ മുഖം മൂടാനായിട്ട് ഒരു കറുത്ത തുണി കൊടുക്കുന്നു. ഡ്രൈവർ പേടിച്ച് അവന്റെ മുഖം മൂടുന്നുണ്ട്. എന്നിട്ട് ആ മുഖം മൂടി വണ്ടിയുടെ പുറകിൽ ചെന്ന് ആൻസന്റെ ബോഡി തന്നെയല്ലേ അതെന്ന് ഉറപ്പിച്ചിട്ട് ആ വണ്ടിക്കകത്ത് ഒരു ബോംബ് വെച്ചിട്ട് അവിടെ നിന്ന് അല്പ ദൂരം നടന്ന് അവന്റെ മൊബൈൽ ഉപയോഗിച്ച് അത് പൊട്ടിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്ന LAPD ഓഫീസാണ്. കാരഡക്കും മോർഗനും FBI ഓഫീസിൽ നിന്നും തിരിച്ചെത്തി. അപ്പൊ ചീഫ് ആ ബോംബ് സ്ഫോടനത്തിനെ കുറിച്ച് എന്തെങ്കിലും ലീഡ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ പ്രത്യേകിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല. കാര്യം അത് നടന്നത് നടുറോഡിൽ വെച്ചാണെങ്കിലും ഒരു വിറ്റ്നസ് പോലും ഇല്ല. അപ്പൊ അങ്ങോട്ടേക്ക് റോണി വരുന്നു. അവനല്പം ദേഷ്യത്തിലാണ്. ആൻസന്റെ ബോഡി ഇങ്ങോട്ടല്ലായിരുന്നു, ഞങ്ങളായിരുന്നു കൊണ്ടുപോകേണ്ടിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ഫോടനം അപ്രതീക്ഷിതമായിട്ട് നടന്നതാണ്, ആരും മുൻകൂട്ടി കണ്ടില്ലെന്ന് കാരഡക്ക് പറയുന്നു. അപ്പോൾ റോണി ഇത് ഞങ്ങളുടെ കേസായിരുന്നു, നിങ്ങളുടെ അല്ല, നീ എന്തിനാണ് വെറുതെ വാശി പിടിക്കുന്നത് എന്ന് ചോദിച്ച് കാരഡക്കിനോട് നീരസത്തോടെ സംസാരിക്കുന്ന കേട്ട ഓസ് ഞങ്ങൾ ഞങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ നീ നിന്റെ ലിമിറ്റിൽ നിൽക്ക് എന്ന് റോണി പറയുന്നു. അപ്പോൾ അത് കേട്ട് ഡാഫ്നി പെട്ടെന്ന് റോണിയോട് എങ്കിൽ നീ അല്പം മര്യാദയോടെ സംസാരിക്കും, നീ ഇപ്പോൾ ഇവിടെയല്ല ജോലി ചെയ്യുന്നത്, അത് മറക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ റോണി ഡാഫ്നിയോട് തിരിച്ചെന്തോ പറയാൻ തുടങ്ങിയതും ഓസ് പെട്ടെന്ന് അവനോട് അവൾ എന്റെ പാർട്ട്ണറാണ്, അതായത് വർക്കിംഗ് പാർട്ട്ണർ, അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് വാൺ ചെയ്യുന്നു. അത് കേട്ട് റോണി ചീഫിന്റെ അടുത്ത് അവനോട് മിണ്ടാതിരിക്കാൻ പറയുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ചീഫ് പറയുന്നു. പിന്നെ അല്ല, നമ്മുടെ പിള്ളേരെ പുറത്തുനിന്ന് ആരെങ്കിലും ചൊറിയാൻ വന്നാൽ ചീഫും വെറുതെ വിടുമോ, അത് ഏത് FBI ആണെങ്കിലും. ഇതെല്ലാം മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്ന മോർഗൻ പെട്ടെന്ന് നിങ്ങൾ ഇവിടെ വെറുതെ തല്ലുപിടിക്കുന്നതിന് പകരം ആൻസൺ ഓറഞ്ച് കൗണ്ടിയിൽ വെച്ച് അവന്റെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താതെ പോയ ആ 2 മണിക്കൂറുള്ള മീറ്റിംഗിനെ കുറിച്ച് അന്വേഷിക്കാൻ പറയുന്നു. കാരഡക്ക് അത് ശരിവെച്ചിട്ട് ആൻസനെ കൊലപ്പെടുത്തുകയും അതിനുശേഷം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അവന്റെ ബോഡി ബോംബ് വെച്ച് തറക്കുകയും ചെയ്തത് എന്തായാലും ഒരാൾ ഒറ്റയ്ക്കാവാൻ സാധ്യതയില്ല. പിന്നെ സൈമൺ ഇപ്പോഴും കസ്റ്റഡിയിൽ തന്നെയാണ്, അതുകൊണ്ട് അത് സൈമൺ ആവാനും സാധ്യതയില്ല എന്നും പറയുന്നു. അപ്പൊ റോണി സംശയിക്കുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാരഡക്ക് നിങ്ങൾ ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ കേസിന് ഗുണം ചെയ്യില്ലെന്ന് പറയുന്നു. അപ്പൊ റോണി പിന്നെ കോൺഫിഡൻഷ്യൽ ഫയലുകൾ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ വെച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ ഏൽപ്പിക്കുന്നതാണോ കേസിന് സഹായിക്കുക എന്ന് ചോദിച്ചപ്പോൾ കാരഡക്ക് അതെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങളെല്ലാം അവൾക്ക് കാണിച്ചു കൊടുക്കുക, അവൾ ആരാണെന്ന് അവൾ നിങ്ങൾക്ക് കാണിച്ചു തരും എന്ന് പറയുന്നു. ശരിക്കും കാരഡക്ക് നല്ല ദേഷ്യത്തിലാണ്. എന്നിട്ട് നീ കിട്ടിയിരിക്കുന്ന വിവരങ്ങളെല്ലാം ഞങ്ങളെ കൂടി കാണിക്കുക, ഞങ്ങൾക്ക് അതിൽ നിന്നും ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞങ്ങൾ ഈ കേസിൽ നിന്നും പിന്മാറാം എന്ന് പറയുന്നു. അത് സംബന്ധിച്ച റോണി FBI ഓഫീസിലേക്ക് വരാൻ അവനോട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. പിന്നീട് ചീഫ് കാരഡക്കിനോട് നീ എന്തിനാണ് റോണിയോട് അങ്ങനെയല്ല സംസാരിച്ചത്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ തന്നെ തീർക്കണം, എനിക്ക് കേസ് തെളിയിക്കുന്നതാണ് മുഖ്യം എന്ന് പറയുന്നു. അപ്പൊ കാരഡക്ക് FBIയുടെ അടുത്തുള്ള വിവരങ്ങൾ നമുക്ക് വേണം, പ്രത്യേകിച്ച് മോർഗൻ അത് കാണണം. റോണി മോർഗനെ പണ്ട് ഞാൻ എങ്ങനെയാണോ അവളെ കണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് കാണുന്നത്, പക്ഷെ അവൾ എന്താണെന്ന് നമുക്കറിയാം, ഇത് ശരിക്കും ഒരു റിസ്ക് തന്നെയാണ്, പക്ഷെ മോർഗനിൽ എനിക്ക് വിശ്വാസമുണ്ട്, നമുക്കിത് ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് ചീഫിനെ കൺവിൻസ് ചെയ്യുന്നു. അങ്ങനെ ചീഫ് അത് സമ്മതിക്കുന്നു. അതായത് കാരഡക്ക് റോണിയെ മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്താണ്, അവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ മോർഗനെ കൂടി കാണിക്കാൻ വേണ്ടി. അങ്ങനെ അടുത്ത സീനിൽ കാരഡക്ക് മോർഗൻ FBI ഓഫീസിലേക്ക് എത്തുന്നു. റോണി അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് അടങ്ങിയ ഒരു ടാബ് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ കാരഡക്ക് അവൾ അതിൽ പരിശോധിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അവളോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കുറച്ചധികം ടോക്സിക്കോളജിസ്റ്റിന്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്, അവർ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് ഞങ്ങൾക്ക് പല കാരണങ്ങളുണ്ട്, ഇനി അതിലാരെങ്കിലും ആൻസനോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ അയാളായിരിക്കും ആൻസനെ കൊല്ലാനുള്ള വിഷം ഉണ്ടാക്കിയത്, ഞങ്ങളുടെ ടീം അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് റോണി പറഞ്ഞപ്പോൾ അതിന് എനിക്ക് ഒരുപക്ഷെ നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന് മോർഗൻ പറയുന്നു. എന്നിട്ട് FBI ടീമിന്റെ സസ്പെക്ട് ലിസ്റ്റിലുള്ള ടോക്സിക്കോളജിസ്റ്റിന്റെ എല്ലാം ഫോട്ടോ അവൾ നിരീക്ഷിക്കുന്നുണ്ട്. ഈ ടോക്സിക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ വിഷത്തിന്റെ ഒക്കെ ചികിത്സ നടത്തുന്ന ഡോക്ടർ. അതിനുശേഷം അവർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും മോർഗൻ സൂക്ഷ്മമായി പരിശോധിക്കുന്നു. പരിശോധന നീണ്ടു പോയപ്പോൾ പിന്നെ കാണുമെന്ന് പറഞ്ഞ് റോണി പതുക്കെ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ പരിശോധിച്ച് പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ മോർഗൻ ഒരു ഡോക്ടറിന്റെ ഡീറ്റെയിൽസ് മാത്രം ഒരുപാട് പ്രാവശ്യം പരിശോധിക്കുന്നുണ്ട്. കാരഡക്ക് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, അയാളെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാളുടെ പേര് കെന്നത്ത്, കാലിഫോർണിയ പോയിസൺ കൺട്രോൾ വിഭാഗത്തിൽ ഒരുപാട് വർഷക്കാലം ജോലി ചെയ്തിരുന്നു. പക്ഷെ 3 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജോലി രാജിവെച്ചു പോയി. കാരണം അദ്ദേഹത്തിന്റെ മകൾ ജൂലി മരിച്ചു പോയിരുന്നു. അവൾ ആത്മഹത്യ ചെയ്തതാണ്. കാരണം അവളെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ ആൻസന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രചരിച്ചിരുന്നു. FBI കെന്നത്തിനെ ചോദ്യം ചെയ്യാനായിട്ട് പോയിരുന്നു. അവർക്ക് കിട്ടിയ വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ കെന്നത്ത് ബുധനാഴ്ചകളിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ നിന്നും പുറത്തു പോകാറുള്ളൂ, അതും മകളുടെ കല്ലറയിൽ പൂക്കൾ വെക്കാനായിട്ട്. വേറെ ഒരു ബന്ധവും അദ്ദേഹത്തിന് പുറം ലോകമായിട്ട് ഇപ്പോൾ ഇല്ല. അദ്ദേഹം കല്ലറയിൽ പൂക്കൾ വെക്കുന്നതിന്റെ CCTV ഫോട്ടോകൾ FBI ടീം എടുത്തിട്ടുണ്ട്. മോർഗൻ അതെല്ലാം സ്ക്രീനിൽ കാണിച്ചിട്ട് ഒരു ഫോട്ടോയിൽ മാത്രം കെന്നത്ത് കല്ലറയിൽ പൂക്കൾ വെക്കുമ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, വേറൊരു ദിവസങ്ങളിലും ഗ്ലൗസ് ഇട്ടിട്ടില്ല. ആ ഗ്ലൗസ് ഇട്ട ദിവസം ആൻസൺ മരിക്കുന്നതിന് 2 ദിവസം മുമ്പാണ്. അപ്പോ ആൻസനെ കൊല്ലാൻ ഉപയോഗിച്ച വിഷം ആ പൂക്കളുടെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടാൻ വേണ്ടിയിട്ടാണ് കെന്നത്ത് അന്ന് ഗ്ലൗസ് ഇട്ടുകൊണ്ട് വന്നത്. ആ വിഷം പിന്നീട് വേറെ ആരോ എടുത്തുകൊണ്ട് പോയി അത് ഉപയോഗിച്ച് ആൻസനെ കൊന്നു. അതായത് ആൻസന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കാരണം തന്റെ മകളുടെ ആത്മഹത്യ സംഭവിച്ചതിൽ കെന്നത്തിന് ആൻസനോടും ദേഷ്യവും പകയും ഉണ്ടായിരുന്നു. അതാണ് മോട്ടീവ്. ഇതെല്ലാം കേട്ട കാരഡക്ക് സന്തോഷത്തിൽ മോർഗനെ അഭിനന്ദിച്ചിട്ട് നമുക്ക് കെന്നത്തിനെ കാണുമെന്ന് പറഞ്ഞ് FBI ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു. മോർഗൻ വീട്ടിലേക്ക് വിളിച്ച് ലുഡോയോട് അല്പം കൂടെ ലേറ്റ് ആവും, കുഴപ്പമുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അവനാണല്ലോ കുട്ടികളെ നോക്കിയിരുന്നത്. കാര്യം ലുഡോയ്ക്ക് വേറെ പ്ലാനിംഗ് ഉണ്ടായിരുന്നെങ്കിലും അവൻ ഓക്കെ പറയുന്നു, അല്ലാതെ വേറെ വഴിയില്ല. അടുത്ത സീനിൽ കാരഡക്ക് മോർഗനും കെന്നത്തിന്റെ താമസ സ്ഥലത്തേക്ക് എത്തുന്നു. റോഡ് സൈഡിൽ വേറെ 2 പോലീസ് കാർ കിടക്കുന്നുണ്ട്. റോണി വിളിച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചെങ്കിലും റോണി ഫോൺ എടുത്തില്ല. അതുകൊണ്ട് കെന്നത്തിനെ കാണാമെന്ന കാര്യം കാരഡക്ക് വോയിസ് മെയിൽ ഇടുന്നുണ്ട്. അങ്ങനെ അവർ ആ ബിൽഡിംഗിലേക്ക് കയറി പോകുന്നു. പുറകെ 2 പോലീസുകാരും. അവർ കെന്നത്തിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി കഥകിൽ മുട്ടി വിളിച്ചെങ്കിലും അദ്ദേഹം അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്തു നിന്നും കയ്യിൽ കുറച്ച് സാധനമായിട്ട് അദ്ദേഹം അങ്ങോട്ട് വരുന്നു. കെന്നത്തിന്റെ കാലിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ഞൊണ്ടിയാണ് നടക്കുന്നത്. പക്ഷെ കാരഡക്കിനെയും മോർഗനെയും
മോർഗനെയും കണ്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് നിൽക്കുന്നു. അവർ LAPDയിൽ നിന്നാണ്. ആൻസന്റെ കൊലപാതകത്തെക്കുറിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ FBI അടുത്ത് കാര്യങ്ങളെല്ലാം സംസാരിച്ചാണല്ലോ എന്ന് കെന്നത്ത് പറയുന്നു. അപ്പോൾ മോർഗൻ അതറിയാം, പക്ഷെ അവർ നിങ്ങളുടെ അടുത്ത് ഒരു ദിവസം മാത്രം നിങ്ങൾ എന്തിനാണ് ഗ്ലൗസ് ഇട്ടുകൊണ്ട് നിങ്ങളുടെ മകളുടെ കല്ലറയിൽ പൂക്കൾ വെക്കാൻ പോയത് എന്ന് ചോദിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ കാരഡക്ക് നിങ്ങളാണ് ആൻസന്റെ കൊലപാതകത്തിന് പിന്നിലെന്നും നിങ്ങളുടെ മകളുടെ ആത്മഹത്യയാണ് അതിന് കാരണമെന്നും ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നു. അത് കേട്ട് ഒരു നിമിഷം ടെൻഷനായി കെന്നത്ത് പെട്ടെന്ന് കയ്യിലിരുന്ന സാധനങ്ങളെല്ലാം താഴെ ഇട്ടിട്ട് സ്റ്റെയർ കേസ് വഴി താഴേക്ക് ഓടുന്നു. അദ്ദേഹത്തിന്റെ കാലിന് സുഖമില്ലാത്തതുകൊണ്ട് സ്പീഡിൽ ഓടാൻ പറ്റുന്നില്ല. കാരഡക്കും മോർഗനും പുറകെ ഉണ്ട്. രണ്ടാമത്തെ ഫ്ലോറിൽ എത്തിയപ്പോൾ അവിടെ കാരഡക്കിന്റെയും മോർഗന്റെയും പുറകെ വന്ന പോലീസുകാർ അപ്പുറത്തെ സൈഡിൽ നിന്നും കെന്നത്തിനെതിരെ വരുന്നു. പുറകെ മുകളിൽ നിന്നും കാരഡക്കും മോർഗനും. പെട്ടെന്ന് കെന്നത്ത് അവിടെ നിന്ന് താഴേക്ക് ചാടാൻ ശ്രമിക്കുന്നുണ്ട്. മോർഗൻ നിങ്ങളുടെ കാലുകൊണ്ട് അതിന് പറ്റില്ല, ദയവേത് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞെങ്കിലും അത് കേൾക്കാതെ കെന്നത്ത് താഴേക്ക് ചാടുന്നു. പക്ഷേ കൈവരിയിൽ കാല് തട്ടി സ്റ്റെയർ കേസിലേക്ക് അടിച്ചു വീണ് കെന്നത്ത് മരണപ്പെടുന്നു. അടുത്ത സീനിൽ കാരഡക്കും മോർഗനും കെന്നത്തിന്റെ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ പരിശോധിക്കുന്നത് കാണിക്കുന്നു. അവിടെ ഒരുപാട് പുസ്തകങ്ങളും മറ്റും ഉണ്ടായിരുന്നു. പക്ഷെ TVയോ കമ്പ്യൂട്ടറോ അതുപോലുള്ള യാതൊന്നും ഉണ്ടായിരുന്നില്ല. അവർ അങ്ങനെ അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ റോണി അങ്ങോട്ട് എത്തുന്ന അറിഞ്ഞ കാരഡക്ക് താഴേക്ക് എന്ന് അവനോട് സംസാരിക്കുന്നു. കെന്നത്ത് മരണപ്പെട്ടറിഞ്ഞ് റോണി കാരഡക്കിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തി ഈ കേസ് അന്വേഷിച്ചുകൊണ്ട് രണ്ടു കൂട്ടർക്കും യാതൊരു പ്രയോജനമില്ല എന്നെല്ലാം പറഞ്ഞ് കാരഡക്ക് റോണിയെ ശാന്തനാക്കുന്നു. അടുത്ത സീനിൽ LAPD ഓഫീസ് കാണിക്കുന്നു. കാരഡക്ക് മോർഗനോട് കെന്നത്തിന്റെ മകൾ ജൂലിയുടെ കല്ലറയിൽ അന്ന് ഗ്ലൗസ് ഇട്ടുകൊണ്ട് കെന്നത്ത് വെച്ച പൂക്കൾ ആരാണ് എടുത്തുകൊണ്ട് പോയത് എന്നുള്ള CCTV ഫുട്ടേജ് റോണി ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. കുറച്ച് കഴിഞ്ഞ് മോർഗൻ അവനോട് നീ റോണിയായിട്ടുള്ള പാർട്ണർഷിപ്പ് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. കാരഡക്ക് ശരിക്കും അവനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവർ പാർട്ട്നേഴ്സ് എന്നതിലുപരി നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ കാരഡക്ക് ആദ്യം ഇത് പറയാൻ മടിച്ചു. പക്ഷേ നിനക്ക് താല്പര്യമില്ല പറയണ്ട എന്ന ട്രിക്ക് മോർഗൻ എടുത്തപ്പോൾ കാരഡക്ക് അതിൽ വീണ് അവർ തമ്മിലുണ്ടായ പ്രശ്നം എന്താണെന്ന് പറയുന്നു. പണ്ട് അവർ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു കേസിൽ കുറച്ച് പൈസ കിട്ടിയിരുന്നു. അത് അവർ എവിഡൻസ് രജിസ്റ്ററിൽ എൻട്രി ചെയ്തപ്പോൾ ഒരു 0 പകരം അവിടെ 9 എഴുതി. അപ്പോൾ അതൊരു വലിയ സംഖ്യയുടെ വ്യത്യാസം വന്നു. ആ മിസ്റ്റേക്ക് വന്ന പൈസ റോണിയും കാരഡക്കും അടിച്ചു മാറ്റിയതായിട്ട് ഡിപ്പാർട്ട്മെന്റ് കരുതി. ശരിക്കും അതൊരു തെറ്റുപറ്റിയതായിരുന്നു, അല്ലാതെ അവരത് അടിച്ചു മാറ്റിയൊന്നും ആയിരുന്നില്ല. പക്ഷേ ഡിപ്പാർട്ട്മെന്റിൽ അവർക്കെതിരെ സംസാരം വന്നു തുടങ്ങി. ആ സമയത്താണ് FBIയിൽ റോണിക്ക് ജോലി കിട്ടിയത്. അവൻ ഉടനെ തന്നെ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ അവർ നിരപരാധികളാണെന്നുള്ളത് കാരഡക്കിന് ഒറ്റയ്ക്ക് തെളിയിക്കേണ്ടി വന്നു. അവനത് പിന്നീട് തെളിയിച്ചു. പക്ഷെ നിരപരാധിയാണെങ്കിലും പിന്നീട് കുറച്ചു നാളത്തേക്ക് ആളുകൾ അവനൊരു വല്ലാത്ത രീതിയിലായിരുന്നു കണ്ടിരുന്നത്. റോണി FBIയിലേക്ക് പോയതുകൊണ്ട് അവൻ ഇതൊന്നും കാര്യമായിട്ട് ബാധിച്ചില്ല. കാരഡക്ക് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം കേസ് ബോർഡിൽ ഉണ്ടായിരുന്ന ആൻസന്റെ ബോഡിയുടെ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് ഒരു നിമിഷം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഫോട്ടോയുടെ അടുത്ത് വന്ന് നിൽക്കുന്നു. അത് കണ്ട് മോർഗൻ നിനക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? നിന്റെ മുഖഭാവം എനിക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടുമ്പോഴുള്ള അതേപോലെ തന്നെ ആണല്ലോ എന്ന് ചോദിച്ചപ്പോൾ കാരഡക്ക് ആൻസന്റെ കഴുത്തിലും കയ്യിലും ഉണ്ടായിരുന്ന ആ ചുവന്ന പാടുകൾ കണ്ട് ഈ പാടുകൾ ആൻസൻ ആരെങ്കിലും ആയിട്ട് തല്ലുകൂടിയതിന്റെ അല്ല, അങ്ങനെയാണെങ്കിൽ അവൻ പൈസ കൊടുത്ത് നിർത്തിയിരിക്കുന്ന ബോഡി ഗാർഡ്സിന്റെ അടുത്ത് അത് പറയും. ഇത് വേറെ ഒരു കാര്യത്തിൽ നിന്ന് സംഭവിച്ചാണ് എന്ന് പറഞ്ഞ് മോർഗനെ നോക്കി തലയാട്ടിയപ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് നിന്നിട്ട് അവൾക്ക് പെട്ടെന്ന് കത്തുന്നു. ഓ, അവനപ്പോൾ വേറൊരു ഫൈറ്റിലായിരുന്നല്ലേ എന്ന് ചോദിക്കുന്നു. അതായത് ആൻസൺ വേറെ ഏതോ ഒരു പെണ്ണിന്റെ ഒപ്പമായിരുന്നു. അതുകൊണ്ടാണ് ആ 2 മണിക്കൂർ അവന്റെ ഷെഡ്യൂൾ ലിസ്റ്റിൽ ഇല്ലാതിരുന്നതും ബോഡി ഗാർഡ്സിനോട് പോലും അവൻ പറയാതിരുന്നതും. അപ്പോൾ ആ സ്ത്രീ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ റോണിയുടെ സഹായം ചോദിക്കാമെന്ന് കാരഡക്ക് പറയുന്നു. അപ്പോൾ മോർഗൻ ഓറഞ്ച് കൗണ്ടിയിൽ വെച്ച് ആൻസൺ കയറിപ്പോയ ആ ഓഫീസ് ബിൽഡിംഗിന്റെ പുറകിലെ എക്സിറ്റിന്റെ CCTV ഫുട്ടേജ് കൂടി അവരോട് സംഘടിപ്പിക്കാൻ പറയും. അവന്റെ ആ 2 മണിക്കൂർ മീറ്റിംഗിന് പറ്റിയ സ്ഥലം അതിന്റെ പുറകിലാണെന്ന് പറയുന്നു. കാരണം ആ ഓഫീസ് ബിൽഡിംഗിന്റെ പുറകിലുണ്ടായിരുന്നത് ഒരു വലിയ ഹോട്ടലായിരുന്നു. അങ്ങനെ കാരഡക്കും മോർഗനും FBI ഓഫീസിലേക്ക് വീണ്ടും എത്തുന്നു. അവിടെ റോണി ആൻസന്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞിരുന്നു. അവളുടെ പേര് ആര്യ. അവളും ഓറഞ്ച് കൗണ്ടിയിലുള്ള ആ ഹോട്ടലിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അവളും AI ടെക് ഫീൽഡിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ആൻസന്റെ കമ്പനി പൂട്ടണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നെന്ന് റോണി പറയുന്നു. കാരണം ആൻസൺ അവളെ കാണാൻ ആ ഹോട്ടലിൽ പോയിരുന്നു എന്ന് കാരഡക്ക് കണ്ടുപിടിച്ച കാര്യം റോണിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ മോർഗന് വീട്ടിൽ നിന്നും എലീറ്റിന്റെ ഫോൺ വരുന്നു. അവിടെ ലുഡോ തല ഇറങ്ങി വീണു. പക്ഷെ അവൻ പതുക്കെ എഴുന്നേറ്റ് എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എലീറ്റ് വല്ലാതെ പേടിച്ചിരിക്കുകയാണ്. മോർഗൻ അവനെ ആശ്വസിപ്പിച്ചിട്ട് അമ്മ ഉടനെ തന്നെ വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോൾ ലുഡോയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. 2 ദിവസമായി അവനാണല്ലോ കുട്ടികളെ നോക്കുന്നത്. അപ്പോൾ സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവൻ തലയിറങ്ങി വീണതാണ്. അത് ശരിയാണല്ലോ, മോർഗൻ ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് പോയതാണ്. രാത്രി മുഴുവൻ FBI ഓഫീസിൽ, പിന്നെ ഇന്ന് പകലും കഴിഞ്ഞ് ഇപ്പോൾ രാത്രിയാണ് അവൾ തിരിച്ച് വീട്ടിൽ വന്നിരിക്കുന്നത്. ഒരു ഡ്രസ്സ് തന്നെ ഇട്ട് 2 ദിവസം. അത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, പെർഫ്യൂം ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ കയ്യിൽ. അപ്പൊ മോർഗൻ ലുഡോയോട് സോറി പറയുന്നുണ്ട്. പക്ഷെ അവൻ അതൊന്നും കുഴപ്പമില്ല, നമ്മൾ പിരിഞ്ഞെങ്കിലും എപ്പോഴും ഒരു ഫാമിലി ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നല്ലേ എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് കെട്ടിപ്പിടിക്കുന്നു. അപ്പൊ എലീറ്റ് ഇവിടെ എന്ന് അന്വേഷിച്ചപ്പോൾ അവൻ പുറത്തിരിക്കുന്നുണ്ട്. അച്ഛന് സൈലന്റ് അറ്റാക്ക് ആണോ എന്നാണ് അവന്റെ സംശയം. അവൻ വല്ലാതെ പേടിച്ചു പോയിരുന്നു. അവന്റെ അച്ഛനല്ലേ. മോർഗൻ അവന്റെ അടുത്ത് വന്നിരുന്ന് അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച് കെട്ടിപ്പിടിക്കുന്നു. അടുത്ത സീനിൽ റോണി ആര്യയെ ചോദ്യം ചെയ്യുന്നു. ആൻസനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആര്യ ആദ്യം കള്ളം പറഞ്ഞെങ്കിലും റോണി അത് കണ്ടുപിടിച്ചു. അപ്പോൾ ആര്യ സത്യം പറയുന്നു. അവളും ആൻസനും തമ്മിൽ കണ്ടിരുന്നു. പക്ഷെ അവളല്ല ആൻസന് വിഷം കൊടുത്ത് കൊന്നതെന്ന് പറഞ്ഞപ്പോൾ റോണി ആൻസന്റെ ഷോൾഡറിൽ സൂചി കൊണ്ട് കുത്തിയ പോലെ ഉണ്ടായിരുന്ന പാടിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇതിനെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അത് അവളുടെ കമ്മലിന്റെ സൂചി കുത്തിക്കൊണ്ടപ്പോൾ ഉണ്ടായിരുന്ന പാടായിരുന്നു. അത് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് ചിരിച്ചിരുന്നു എന്നും ആര്യ പറയുന്നു. എന്നിട്ട് ഇനി എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഒരു ലോയറെ വേണമെന്ന് പറയുന്നു. അടുത്ത സീനിൽ കാരഡക്കും റോണിയും കേസിന്റെ എവിഡൻസ് എല്ലാം വീണ്ടും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കെന്നത്ത് ജൂലിയുടെ കല്ലറയിൽ കൊണ്ടുവച്ച ആ വിഷം ഒളിപ്പിച്ച പൂക്കൾ അന്ന് അർദ്ധരാത്രിയിൽ ആരോ എടുക്കുന്ന ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പക്ഷെ രാത്രി ആയതുകൊണ്ട് ആരാണെന്ന് വ്യക്തമല്ല. അവർ അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോർഗൻ അങ്ങോട്ട് വരുന്നു. അപ്പൊ കാരഡക്ക് കെന്നത്ത് ആരുമായിട്ടും കോൺടാക്ട് ചെയ്തിരുന്നില്ല. അപ്പൊ ആ
ആ വിഷം എടുത്തുകൊണ്ട് പോയ ആളുമായിട്ട് എങ്ങനെയാണ് സംസാരിച്ചിരുന്നത് എന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ റോണി അതെല്ലാം ഓൾറെഡി അന്വേഷിച്ചിരുന്നു. കെന്നത്തിന്റെ സുഹൃത്തുക്കളോടും ഫാമിലി മെമ്പേഴ്സിനോടും ഒക്കെ അന്വേഷിച്ചിട്ടും ഒരു തെളിവും അവനും കിട്ടിയിട്ടില്ല. അപ്പോഴാണ് കാരഡക്ക് കെന്നത്തിന്റെ അപ്പാർട്ട്മെന്റിന്റെ ഫോട്ടോയിൽ ഒരു ഷെൽഫിൽ കുറെ ബുക്കുകൾ തൊടാതെ അടുക്കി വെച്ചിരിക്കുന്നത് കാണുന്നത്. അതിന്റെ പ്ലാസ്റ്റിക് കവറുകൾ പോലും മാറ്റിയിട്ടില്ല. പെട്ടെന്ന് മോർഗൻ എന്തോ സ്പാർക്ക് ആവുന്നു. അതായത് ആ ബുക്കുകളെല്ലാം കെന്നത്തിന്റെ മകൾ ജൂലിയുടെയാണ്. അപ്പൊ അതിലൊരു എഴുത്തുകാരിയുടെ പ്രസിദ്ധമായ വാക്കുകളാണ് തീ ഉണ്ടാക്കാൻ 2 കല്ലുകൾ മതി എന്നുള്ളത്. ആൻസന്റെ ബോഡി ഗാർഡുകളിൽ ഒരാളായ പാർക്കറിന്റെ കീ ചെയിനിൽ ഒരു ലൈറ്റർ ഉണ്ടായിരുന്നു. പാർക്കർ ആ സ്വാറ്റ് ടീമിൽ വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞില്ലേ? കൈവിലങ്ങിന്റെ താക്കോൽ ഇപ്പോഴും അവന്റെ കീ ചെയിനിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ആൾ. അപ്പോൾ അതേ കീ ചെയിനിൽ തന്നെയായിരുന്നു ആ ലൈറ്റർ ഉണ്ടായിരുന്നത്. അത് ജൂലി അവന് ഗിഫ്റ്റ് കൊടുത്തതാണ്. അതായത് പാർക്കറും ജൂലിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അപ്പൊ ഇത് കേട്ട റോണി, നീ പറയുന്നത് കെന്നത്തും പാർക്കറും ജൂലിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ആൻസനെ പ്ലാൻ ചെയ്ത് കൊന്നതാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മോർഗൻ, കെന്നത്തിന്റെ വീട്ടിൽ ഒരു ഡോഗ് കോളർ ഉണ്ടായിരുന്നു, പക്ഷെ പട്ടികളൊന്നുമില്ല. അപ്പൊ വിഷം ആ ഡോഗ് കോളറിലാണ് കെന്നത്ത് പുരട്ടിയിരുന്നത്. എന്നിട്ട് അത് പൂക്കളുടെ ഇടയിൽ ഒളിപ്പിച്ച് ജൂലിയുടെ കല്ലറയിൽ കൊണ്ടുവച്ചു. പാർക്കർ അത് അവിടെ നിന്ന് എടുത്ത് ആൻസന്റെ പട്ടിയുടെ കഴുത്തിലിട്ടു. ആൻസൻ പട്ടി എടുത്തപ്പോൾ ആ വിഷം ആൻസന്റെ ദേഹത്തേക്ക് പടർന്നു. അങ്ങനെയാണ് ആൻസൻ മരണപ്പെടുന്നത്. അങ്ങനെ അവർ പാർക്കറിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷെ അവർ ചെല്ലുന്നതിന് മുമ്പേ പാർക്കർ എസ്കേപ്പ് ചെയ്തിരുന്നു. അപ്പോൾ സാറ്റലൈറ്റ് ഫേഷ്യൽ ട്രാക്കിംഗ് വെച്ചിട്ട് അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് മോർഗൻ ചോദിച്ചപ്പോൾ FBI ടീം ഓൾറെഡി അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ പാർക്കർ ആൻസന്റെ പ്രൈവറ്റ് ജെറ്റ് എടുക്കുന്ന എയർപോർട്ടിലേക്കാണ് പോകുന്നത് എന്ന് കാണുന്നു. അവൻ ആ വിമാനത്തിൽ കയറി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അപ്പോൾ റോണി എയർപോർട്ടിലേക്ക് വിളിച്ച് ആ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് തടയാൻ പറയുന്നു. കാരഡക്ക് ഉടനെ ഡാഫ്നിയെ വിളിച്ച് ഉടനെ തന്നെ FBI ഓഫീസിലേക്ക് വരാൻ പറയുന്നു. ഡാഫ്നി പുറപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയുന്നു. ഇതേ സമയം എയർപോർട്ടിൽ കാണിച്ചപ്പോൾ പാർക്കർ ആ പ്രൈവറ്റ് ജെറ്റിലേക്ക് എന്നിട്ട് പൈലറ്റിനെ തോക്കിയോണ്ടി ഭീഷണിപ്പെടുത്തി എയർ ട്രാഫിക് കൺട്രോളുമായിട്ട് ബന്ധപ്പെടാതെ വണ്ടി എടുക്കാൻ പറയുന്നു. വണ്ടിയല്ല, വിമാനം. റോണിയും കാരഡക്കും മോർഗനും എയർപോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം FBI ഓഫീസിൽ ഡാഫ്നി സൈമന്റെ ഒപ്പം വിമാനം ഹാക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പാർക്കർ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് വിമാനം എടുക്കാൻ പറഞ്ഞ് പൈലറ്റിനോട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വിമാനത്തിന്റെ എഞ്ചിൻ തനിയെ ഓഫായി പോകുന്നു. അതായത് സൈമൺ ഹാക്ക് ചെയ്തത് സക്സസ് ആയി. അതുകൊണ്ട് പാർക്കർ ദേഷ്യപ്പെടുന്നു. പക്ഷെ പൈലറ്റ് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. സംഗതി സീനായി എന്ന് മനസ്സിലാക്കിയ പാർക്കർ പെട്ടെന്ന് വിമാനത്തിൽ നിന്നും ഇറങ്ങി ഓടുന്നു. പക്ഷെ അപ്പോഴേക്കും FBIയും LAPDയും അവന് വളയുന്നു. അവരെല്ലാവരും അവന് നേരെ തോക്ക് ചൂണ്ടി അവനോട് അവന്റെ തോക്ക് താഴെ വയ്ക്കാൻ പറയുന്നു. വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ പാർക്കർ പതുക്കെ തോക്ക് താഴെ വെച്ച് കൈ രണ്ടും പൊക്കുന്നു. അങ്ങനെ പാർക്കറിനെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ FBI ഓഫീസിൽ സൈമൺ ഒരു ദീർഘനിശ്വാസം വിടുന്നുണ്ട്. അതുകൊണ്ട് ഡാഫ്നി ആദ്യമായിട്ടാണല്ലോ ഒരു വിമാനം ഹാക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആദ്യമായിട്ടും അവസാനമായിട്ടും എന്ന് സൈമൺ പറയുന്നു. അത് കേട്ട് ഡാഫ്നി ചിരിക്കുന്നു. അങ്ങനെ ആ കേസ് ക്ലോസ് ആയി. പിന്നീട് കാരഡക്കും റോണിയും ഓഫീസിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ റോണി മുമ്പ് സംഭവിച്ചതിനെല്ലാം സോറി പറയുന്നുണ്ട്. കാരഡക്ക് അതൊന്നും സാരമല്ല എന്ന് പറയുന്നു. അതിനുശേഷം റോണി കാരഡക്കിന് FBI ഡിപ്പാർട്ട്മെന്റിലേക്ക് ജോലി ഓഫർ ചെയ്യുന്നുണ്ട്. അത് കേട്ട് കാരഡക്ക് ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അടുത്ത സീനിൽ കാരഡക്ക് മോർഗനോട് റോണി ജോലി ഓഫർ ചെയ്ത് പറഞ്ഞപ്പോൾ മോർഗൻ സന്തോഷത്തിൽ നീ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നോ പറഞ്ഞു എന്ന് കാരഡക്ക് പറയുന്നു. അപ്പൊ അങ്ങനെ പറയണ്ടായിരുന്നെന്ന് മോർഗൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ ജോലി ചെയ്യാനാണ് ഇഷ്ടം. അത് മാത്രമല്ല ഇപ്പൊ എനിക്ക് ഒരു പുതിയ പാർട്ണറെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കേട്ട് മോർഗൻ അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം ഇതുവരെ ആര് ചോദിച്ചാലും അവൾ അവന്റെ പാർട്ണർ അല്ല എന്നാണ് കാരഡക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കാരഡക്ക് മാത്രമല്ല FBIയിലെ ജോലി നീ കണ്ടതല്ലേ, ടെക്നോളജി, സാറ്റലൈറ്റ്, അത് ഇത് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ പണി ഈസി ആക്കും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ മോർഗൻ ശരിയാണ്, എല്ലാ പണികളും കമ്പ്യൂട്ടർ ചെയ്താൽ പിന്നെ നമ്മൾ എന്തിനാണ് അല്ലേ എന്ന് പറയുന്നു. എന്നിട്ട് നാളെ കാണാം പാർട്ണർ എന്ന് പറഞ്ഞ് അന്നത്തെ ജോലി കഴിഞ്ഞ് പോകുന്നു. കാരഡക്കും അവൾക്ക് ബൈ പറയുന്നു. അങ്ങനെ അവൾ വീട്ടിലെത്തി. അന്ന് ലുഡോയ്ക്ക് എല്ലാവരും കൂടി ഒരു സർപ്രൈസ് ഡിന്നർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫാമിലി ആയിട്ട് അവർ TV കണ്ടുകൊണ്ട് സന്തോഷത്തോടെ അത്താഴം കഴിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ദി എൻഡ്.